Hi friends, welcome back to the English time. ഇന്ന് പുതിയൊരു പാഠം തേർഡ് യൂണിറ്റിലെ ബുക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ പോയമാണ് എടുക്കാനുള്ളത്. പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബുക്സ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ആസ് മാസ് മീഡിയ എന്ന് തുടങ്ങുന്നൊരു സെൻറ്റൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ചെറിയൊരു പാരഗ്രാഫ്. പുസ്തകങ്ങൾ വലിയൊരു ഉത്തരവാദിത്തം, പ്രാധാന്യം മാസ് മീഡിയ എന്ന നിലക്ക് വഹിക്കുന്നുണ്ട്. ദ ആർ ട്രഷർ ഹൗസസ് ഓഫ് നോളജ്. അറിവിൻ്റെ ഒരു നിധി കേന്ദ്രമാണ് പുസ്തകങ്ങൾ. ബുക്സ് ആർ ദ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ ഓഫ് ഫ്രണ്ട്സ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കൂട്ടുകാരനാണ് പുസ്തകം. സം ബുക്സ് ആർ റീഡ് ഓൺലി ഫോർ പ്ലഷർ ആൻഡ് അമ്യൂസ്മെൻറ്റ്. ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടും അമ്യൂസ്മെൻറ്റിന് വേണ്ടിയിട്ടുമാണ്. ചില പുസ്തകങ്ങൾ വായിച്ചാൽ അതിൽ നമ്മളങ്ങ് ലയിച്ചു പോകും. ചില പുസ്തകങ്ങൾ വായിച്ചാൽ പുറം ലോകവുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടും, അതിലങ്ങ് ലയിച്ചു പോകും. ഓക്കെ, ഇനി നമുക്ക് പോയത്തിലേക്ക് കടന്നു വരാം. ബുക്സ്. കവിത എഴുതിയത് എലൈനർ ഫാർജിയോണാണ്. was an English author of children's stories and plays, poetry, biography, history and satire. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. Books. What words of wonder are our books? As one opens them and looks, new ideas and people rise in our fancies, in our eyes. എന്തൊരു അത്ഭുതമാണ് നമ്മുടെ പുസ്തകങ്ങൾ. വാട്ട് വേർഡ്സ് ഓഫ് വണ്ടർ. എന്ത് അത്ഭുതങ്ങളുടെ ലോകമാണ് നമ്മുടെ പുസ്തകങ്ങൾ. ആസ് വൺ ഓപ്പൺസ്, ഒരാൾ അതിനെ തുറന്നാൽ, ഓപ്പൺസ് ദം ആൻഡ് ലുക്സ്, നോക്കിയാൽ, ന്യൂ ഐഡിയാസ് ആൻഡ് പീപ്പിൾ റൈസ്. ന്യൂ ഐഡിയാസ്, പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ ഐഡിയകൾ നമ്മളിലേക്ക് വരും. ആൻഡ് പീപ്പിൾ റൈസ്, ജനങ്ങൾ ഉയരുന്നു, ആളുകൾ ഉയരുന്നു. In our fancies and our eyes. In our fancies. Fancies means the power of the mind to imagine things. നമുക്ക് പുതിയ പുതിയ സങ്കല്പങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്താൻ, പുതിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് കണ്ടെത്താൻ. അതുപോലെ ആൻഡ് അവർ ഐസ്, നമ്മുടെ കാഴ്ചയിലും നമ്മുടെ സങ്കല്പത്തിലും കാഴ്ചയിലുമൊക്കെ പുതിയ ഐഡിയകളും പുതിയ സംഭവങ്ങളും പുതിയ കഥകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പുസ്തകങ്ങൾ കൊണ്ടുവരുന്നു. ഇനി ഒരു പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ആ സാങ്കല്പിക ലോകത്തായിരിക്കും, ആ പുസ്തകങ്ങളിൽ ചിന്തിച്ച് അതിൻ്റെ ഒരു സാങ്കല്പിക ലോകത്തായിരിക്കും പലരും. അങ്ങനത്തെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, കഥകളുണ്ട്, നോവലുകളുണ്ട്. അപ്പോൾ ദ റൂം വി സിറ്റ് ഇൻ മെൽറ്റ്സ് അവേ ആൻഡ് വി ഫൈൻഡ് അവർ സെൽഫ് അറ്റ് പ്ലേ വിത്ത് സം വൺ ഹൂ ബിഫോർ ദ എൻഡ് മേ ബിക്കം അവർ ചൂസൺ ഫ്രണ്ട്. നമ്മളിങ്ങനെ പുസ്തകം വായിക്കുമ്പോൾ ദ റൂം വി സിറ്റ് ഇൻ മെൽറ്റ്സ് അവേ, നമ്മളിരിക്കുന്ന റൂം അതിങ്ങനെ ഉരുകിപ്പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആ റൂമിനെക്കുറിച്ചുള്ള ചിന്തകളുണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ചിന്തകളുണ്ടാവില്ല. നമ്മൾ ആ പുസ്തകത്തിൽ ലയിച്ചു പോയിട്ടുണ്ടാകും. പുസ്തകത്തിലെ സംഭവ വികാസങ്ങളുമായിട്ട് നമ്മൾ ഇണങ്ങിയിട്ടുണ്ടാകും. പുസ്തകത്തിലൂടെയായിരിക്കും നമ്മുടെ സഞ്ചാരം. അതിൽ പറയുന്ന കാര്യങ്ങൾ സങ്കല്പിക്കുകയായിരിക്കും, നമ്മൾ ഇമാജിൻ ചെയ്യുകയായിരിക്കും. ആൻഡ് വി ഫൈൻഡ് അവർ സെൽഫ് അറ്റ് പ്ലേ വിത്ത് സം വൺ ഹൂ ബിഫോർ ദ എൻഡ് മേ ബിക്കം അവർ ചൂസൺ ഫ്രണ്ട്. നമ്മളതിൽ നമുക്ക് വേണ്ട ഒരു കൂട്ടുകാരെ നമ്മൾ കണ്ടെത്തുന്നു, നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് നമ്മളൊരു കൂട്ടുകാരെ കണ്ടെത്തുന്നു. പിന്നെ നമ്മൾ അവരോടൊപ്പമായിരിക്കും, പുസ്തകം വായിക്കുന്ന ആ പുസ്തകത്തിലുള്ള കൂട്ടുകാരോടൊപ്പമായിരിക്കും നമ്മൾ കളിക്കുന്നത്. വിത്ത് സം വൺ ഹൂ ബിഫോർ ദ എൻഡ്, ആ പുസ്തകങ്ങൾ വായിച്ച് തീരുന്നതിന് മുമ്പ്, നോവലാണെങ്കിൽ ആ നോവൽ വായിച്ച് തീരുന്നതിന് മുമ്പ്, കഥയാണെങ്കിൽ ആ കഥ വായിച്ച് തീരുന്നതിന് മുമ്പ് മേ ബിക്കം അവർ ചൂസൺ ഫ്രണ്ട്. നമ്മുടെ സാങ്കല്പിക ലോകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടുകാരൻ നമ്മുടെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടുകാരനായി മാറും.
അപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങൾ, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കുന്നു, ആ പുസ്തകത്തിൽ ലയിച്ചു പോകുന്നു. ആ പുസ്തകത്തിലൂടെ നമ്മൾ പുതിയ ഒരു കൂട്ടുകാരെ കളിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്നു. പിന്നെ നമ്മൾ അവരോട് കൂടെയായിരിക്കും കളിക്കുക. നമ്മൾ അത് വായിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ബിഫോർ ദ എൻഡ് മേ ബിക്കം അവർ ചൂസൺ ഫ്രണ്ട്, ആ കൂട്ടുകാരനെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു കൂട്ടുകാരനായി മാറ്റുന്നു. ഇനി നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഓർ വി സെയിൽ എലോൺ ദ പേജ്, നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ പേജിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്, സഞ്ചരിക്കുകയാണ്. സെയിൽ, യാത്ര ചെയ്യുകയാണ്. ടു സം അതർ ലാൻഡ് ഓർ ഏജ്, മറ്റു രാജ്യങ്ങളിലൂടെ, മറ്റു നാടുകളിലൂടെ, മറ്റു സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. കാശ്മീരിലെ കഥയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ കാശ്മീരിലൂടെയാണ് നമ്മുടെ യാത്ര. നമ്മുടെ സങ്കല്പം, നമ്മുടെ മനസ്സ് അവിടെയാണ്. നമ്മുടെ സങ്കല്പം കശ്മീറാണ്. മറ്റു രാജ്യങ്ങളിലാണ്, ഓസ്ട്രേലിയയിലാണ് നമ്മൾ നടക്കുന്ന കഥയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ഓസ്ട്രേലിയയിലാണ്. ഓർ ഏജ്, നമ്മൾ പ്രായമായവരുടെ കഥയാണ് വായിക്കുന്നതെങ്കിൽ അവരുടെ പ്രായമാണ് നമുക്കും. ചെറിയ കുട്ടികളുടേതാണെങ്കിൽ അവരുടെ പ്രായമാണ് നമുക്കും. ഇങ്ങനെ ആ കഥയിൽ വായിക്കുന്നതോടുകൂടെ, ആ കഥയോടുകൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിക്കുകയാണ്. കഥ എവിടെ നടക്കുന്നത് അവിടെയാണ് നമ്മൾ. ഹിയർ ഈസ് അവർ ബോഡി ഇൻ ദ ചെയർ, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് അവിടെയാണെങ്കിലും നമ്മുടെ ബോഡി ഇവിടെ ചെയറിലാണ്. ബട്ട് അവർ മൈൻഡ് ഈസ് ഓവർ ദർ, എവിടെയാണോ കഥ നടക്കുന്നത് അവിടെയാണ് നമ്മുടെ മനസ്സുള്ളത്. ആ രാജ്യത്തിലൂടെയാണ് നമ്മുടെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രായത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. വരാൻ പോകുന്ന കാലത്തുള്ളൊരു സംഭവമാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നത് ഉണ്ടാകും, അല്ലെങ്കിൽ കുറേ പഴയ കഥയായിരിക്കും. എന്നാൽ നമ്മുടെ മനസ്സും ആ കുറേ വർഷങ്ങൾക്ക് പിറകിലായിരിക്കും. വരാൻ പോകുന്ന കാലത്തുള്ളതാണെങ്കിൽ നമ്മുടെ ചിന്തകളും മനസ്സും ആ കാലത്തേക്ക് ചലിച്ചു കൊണ്ടിരിക്കും. ഇതാണ് ഒരു പുസ്തകം വായിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റാൻസയാണ്. ഈച്ച് ബുക്സ് ഈസ് എ മാജിക് ബോക്സ്. ഓരോ പുസ്തകവും ഒരു മാജിക് ബോക്സാണ്. വിച്ച് വിത്ത് എ ടച്ച് എ ചൈൽഡ് അൺലോക്സ്. ഒരു കുട്ടി അത് തൊടുമ്പോൾ അത് ഓപ്പൺ ആകുന്നു, തുറക്കുന്നു. ഇൻ ബിറ്റ്വീൻ ദെയർ ഔട്ട്സൈഡ് കവേഴ്സ് ബുക്സ് ഹോൾഡ് ഓൾ തിങ്സ് ഫോർ ദെയർ ലവേഴ്സ്. പുസ്തകം തുറന്നാൽ ആ പുസ്തകത്തിൽ അതിനെ ഇഷ്ടപ്പെടുന്ന, പുസ്തകത്തെ സ്നേഹിക്കുന്ന, പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് വേണ്ടതെല്ലാം ആ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നതെല്ലാം ആ പുസ്തകത്തിലുണ്ട്. ഇതാണ് കവിതയുടെ ഒരു ആശയം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ പോയം. ഇനി ഇതിലെ ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡു ബുക്സ് ബിക്കം വേൾഡ് ഓഫ് വണ്ടർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ വെൻ ഷീ സേസ് ദ റൂം മെൽറ്റ്സ് അവേ? എന്താണ് പോയറ്റ് ഇതുകൊണ്ട് അർത്ഥമാക്കിയത്? എന്താണ് അർത്ഥമാക്കിയത്? നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ റൂമിലെല്ലാം ഉണ്ടാവുക ഒരു ഇമാജിനേഷൻ ലോകത്തായിരിക്കും ഉണ്ടാവുക. ദ വേൾഡ് ഓഫ് ഇമാജിനേഷൻ. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകും, അല്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഈസ് എ ബുക്ക് റെഫേർഡ് ടു ആസ് ആൻ ചൂസൺ ഫ്രണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേ ഈസ് എ ബുക്ക് എ മാജിക് ബോക്സ്? ഒരു പുസ്തകം എങ്ങനെയാണ് ഒരു മാജിക് ബോക്സ് ആകുന്നത്? എന്തുകൊണ്ടാണ്? ആ പുസ്തകത്തിൽ അതിനിഷ്ടപ്പെടുന്നവർക്കുള്ള എല്ലാ കാര്യവും ആ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഡിസ്കസ് ഹൗ ദ ആഡ് ബ്യൂട്ടി ടു ദ പോയം. ഇതിലുള്ള റൈമിംഗ് വേർഡ്സുകൾ നമ്മൾ കണ്ടെത്തുക. ഹൗ ദ ആഡ് ബ്യൂട്ടി ടു ദ പോയംസ്. റൈമിംഗ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? റൈമിംഗ് വേർഡ്സ്
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. പോയത്തിൻ്റെ അവസാനം ആ വാക്കുകളുടെ അവസാനത്തിൽ ഒരേപോലെ വരുന്നത് ലുക്സ്, ബുക്സ്, എവേ, പ്ലേ, പേജ്, ഏജ്, ബോക്സ്, ലോക്സ്, ഇതൊക്കെ റൈമിംഗ് വേർഡ്സിന് ഉദാഹരണമാണ്. ഇനി എക്സാമിൻ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ ലാസ്റ്റ് സ്റ്റാൻസ. ഈച്ച് ബുക്സ് ഈസ് എ മാജിക് ബോക്സ്. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ ഇൻ ദ മെറ്റഫർ. ഫിഗർ ഓഫ് സ്പീച്ചുകൾ കുറേ ഉണ്ടാകും. ഒരു പോയത്തിന് ഭംഗി നൽകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനാണ് ഫിഗർ ഓഫ് സ്പീച്ചുകൾ പറയുക. അതിൽപ്പെട്ട ഒന്നാണ് മെറ്റഫർ. സിമിലിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സിമിലി എന്ന് പറഞ്ഞാൽ ആസ്, ലൈക്ക്, എസ്, LIKE ഇവ കൊണ്ട് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് സാദൃശ്യപ്പെടുത്തുന്നതിനാണ് സിമിലി എന്ന് പറയാം. ഉസൈൻ ബോൾട്ടിനെ പോലെ ഓടുന്ന ഒരാൾ, അല്ലെങ്കിൽ ലയണൽ മെസ്സിയെ പോലെ കളിക്കുന്ന ഒരാൾ. അപ്പോൾ ആ പോലെ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ മെസ്സിയുടെ കളിയെ ഇവിടെയുള്ളൊരു കുട്ടിയുടെ കളിയെ മെസ്സിയുടെ കളിയോട് സാദൃശ്യപ്പെടുത്താണ്. അവിടെ നമ്മൾ ലൈക്ക് കൊടുക്കും, ആസ് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്നതിനാണ് സിമിലി എന്ന് പറയുന്നത്. എന്നാൽ മെറ്റഫർ എന്ന് പറയുന്നത് അതൊന്നും കൊടുക്കാതെ, ആസോ ലൈക്കോ ഒന്നുമില്ലാതെ സാദൃശ്യപ്പെടുത്താം. ഒരു ഉദാഹരണം കേൾക്കാം. ഹിയർ ആർ എ ഫ്യൂ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. നമ്മുടെ പോയത്തിൽ തന്നെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈച്ച് ബുക്സ് ഈസ് എ മാജിക് ബോക്സ്. ഓരോ പുസ്തകവും ഈസ് എ മാജിക് ബോക്സ്, ഒരു മാജിക് ബോക്സ് ആണ്. അതുപോലെ ഉദാഹരണം താഴെ നോക്കൂ നിങ്ങൾ. ഹി വാസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ. പോർക്കളത്തിൽ അവനൊരു സിംഹമാണ്. സിംഹത്തെ പോലെയാണ് എന്നല്ല, അവനൊരു സിംഹം ആണ്. ഹി വാസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ. മൈ ലവ് ഈസ് എ റെഡ് റോസ്. എൻ്റെ ലവർ ഈസ് എ റെഡ് റോസ്. ചുവന്ന റോസാ പുഷ്പം ആണ്. പുഷ്പം പോലെയാണ് എന്നല്ല. പോലെയാണ് എന്ന് ലൈക്കോ ആസോ കൊടുത്ത് പറഞ്ഞാൽ അത് സിമിലിയായി. അതൊന്നും ഇല്ലാതെ ആണെങ്കിൽ അത് മെറ്റഫറുമാണ്. മൈ ലവ് ഈസ് എ റെഡ് റോസ്. നൗ യു മേ കളക്ട് എക്സാമ്പിൾ ഓഫ് മെറ്റഫർ ഫ്രം അതർ പോയംസ്. ഇനി നിങ്ങൾ ഇതിലുള്ള ഒരു ഉദാഹരണം നിങ്ങൾ കണ്ടില്ലേ, ഈച്ച് ബുക്സ് ഈസ് എ മാജിക് ബോക്സ് എന്നുള്ളത്. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ മറ്റു പോയത്തിൽ നിന്നും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെറ്റഫർ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മെറ്റഫറും സിമിലിയും തമ്മിലുള്ള വ്യത്യാസവും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താണ്. ഒന്നിൽ ആസോ ലൈക്കോ ഉണ്ടാകും, അതുപോലത്തെ കാര്യങ്ങളെ കൊണ്ട് സാദൃശ്യപ്പെടുത്തും. മറ്റത് അതൊന്നും ഇല്ലാതെ അവനൊരു സിംഹം ആണ്, അല്ലെങ്കിൽ ഒരു റോസാ പുഷ്പമാണ് എന്ന് പറയാം. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്? ഡു യു തിങ്ക് ബുക്സ് ആർ പ്രിഫറബിൾ ടു ദ TV ആൻഡ് ദ റേഡിയോ? വൈ? റൈറ്റ് യുവർ വ്യൂ ഇൻ എ ഷോർട്ട് പാരഗ്രാഫ്. പുസ്തകം TV-യേക്കാളും റേഡിയോക്കാളിൽ മുകളിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നുകൂടി ഉഷാറാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? റൈറ്റ് യുവർ വ്യൂ ഇൻ എ ഷോർട്ട് പാരഗ്രാഫ്. ചെറിയൊരു പാരഗ്രാഫിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. നമുക്ക് പുസ്തകങ്ങൾ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വാർത്ത കേട്ടാലും പിറ്റേന്നുള്ള പത്രം വായിക്കേണ്ടി വരും. അതാ വായനയോടുള്ളൊരു രസമാണ്. അപ്പോൾ എത്ര കഥകൾ നമ്മൾ TV-യിലൂടെ കണ്ടാലും ആ കഥ നമുക്ക് വായിക്കാൻ ഒരു പ്രത്യേക രസമാണ്, ആനന്ദമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പല കാരണങ്ങളും. അപ്പോൾ നിങ്ങളുടെ വ്യൂവിൽ അതിനൊരു പാരഗ്രാഫ് തയ്യാറാക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ചെറിയൊരു പാഠമാണ് ദ ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള വർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. മെറ്റഫർ, സിമിലി രണ്ടും ഒരിക്കലും മാറരുത്. രണ്ടും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.